നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. നമുക്കറിയാം, അവസാനമായി അവർ കളിച്ച 7 മത്സരങ്ങളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. എല്ലാ കോമ്പറ്റീഷനിലെയും കണക്കാണ്. ഇന്നലത്തെ മത്സരത്തിൽ ബേൺമൗത്തിനോട് അവർ സമനില വഴങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 7ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. 4ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയുമായി 10 പോയിന്റിന്റെ വ്യത്യാസം അവർക്കുണ്ട്. 5ാം സ്ഥാനത്തുള്ള ടോട്ടൻഹാമുമായും 10 പോയിന്റിന്റെ വ്യത്യാസം അവർക്കുണ്ട്. അതിനർത്ഥം അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ലഭിക്കാൻ യുണൈറ്റഡിന് സാധ്യതകൾ നന്നേ കുറവാണ്. അതല്ലെങ്കിൽ ഇനി സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ എറിക് ടെൻ ഹാഗ് ആത്മവിശ്വാസത്തിലാണ്. അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള സാധ്യത അവസാനിച്ചിട്ടില്ലെന്നും അതിനുവേണ്ടി ഞങ്ങൾ പോരാടുകയുമാണ് എന്നാണ് ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്ക് കഴിയുന്നത് എന്താണോ ഞങ്ങൾ അത് നൽകും. തീർച്ചയായും യാഥാർത്ഥ്യബോധ്യമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഞാൻ. എനിക്ക് ഫുൾ സ്ക്വാഡിനെ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ബിലീഫാണ്, ആശ്വാസമാണ്. യുവതാരങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അവർ പിഴവുകൾ വരുത്തും. ഇത്തരം യുവതാരങ്ങൾ സ്ഥിരതയോടുകൂടി കളിക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം യുണൈറ്റഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 8ാം സ്ഥാനത്തോ അതിന് താഴെയോ ഫിനിഷ് ചെയ്താൽ അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ അവരുടെ ഏറ്റവും മോശം പ്രകടനമാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും എറിക് ടെൻ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും നടത്തുക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ ആഴ്സണലിനെതിരെ ഒരു മത്സരം കൂടി ഇനി യുണൈറ്റഡിന് അവശേഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.